ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റൽ കേസും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ മറന്നു പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാമാന്റെ വീട്ടിലാണുള്ളത്. മാമാക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു, അതിനായിട്ട് വന്നതായിരുന്നു. അമ്മവും അച്ചായി മാത്രമേ ഇല്ല, ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അങ്ങനെ അസർ കഴിഞ്ഞായിരുന്നു നേർച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ സീ ലോഞ്ചിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ചോദിക്കും ചുമ്മാ എന്തിനാ രാത്രി ഇച്ചുമായിട്ട് ഈ സീ ലോഞ്ചിലൊക്കെ പോകുന്നതെന്ന്. ഈ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇച്ചു കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ നല്ല രീതിക്ക് ലൈറ്റാണ്. അങ്ങനെ ഉറക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങുന്നതാണ്. പിന്നെ അവിടെ പോയി കുറച്ച് കളിച്ച് കുഴഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഉറങ്ങിക്കോ. അവിടെ ചെന്നപ്പോഴത്തേക്കും അഹമ്മദ് പാമ്പിനെയൊക്കെ പൊക്കി പിടിച്ച് ഇച്ചുവിനെ പേടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഈ പാമ്പിനെ കാണുമ്പോൾ അറപ്പാണോ പേടിയാണോ നടത്തില്ല. സത്യം പറഞ്ഞാൽ ഇക്കാണ് ഈ വീഡിയോ എടുത്തത്. പാമ്പിനെയൊക്കെ കണ്ട അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും കുറെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചു ആണെങ്കിൽ പയ്യെ നടന്ന് താഴെ നിൽക്കുന്ന കിളികളെയൊക്കെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. വലിയ ബേർഡ്സിനൊക്കെ ഇച്ചിരി ഭയങ്കര പേടിയാണ്, ചെറിയ ബേർഡ്സിനൊന്നും വലിയ പേടിയൊന്നും ഇല്ല. അതിന്റെ ഫുഡ് നമ്മൾ കയ്യിൽ വെച്ച് വിളിക്കുമ്പോൾ തന്നെ അത് എല്ലാം കൂടെ ഓടി നമ്മുടെ കയ്യിൽ വന്നിരിക്കും. ഈ സാധനമാണ് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കാറുന്നുണ്ടായിരുന്നു. ഞാൻ ചെവിയിലൊക്കെ കൊത്തുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇക്ക കുറച്ച് തിനെയൊക്കെ കയ്യിലെടുത്ത് വെച്ചപ്പോഴത്തേക്കും ഈ കിളിയെല്ലാം കൂടെ ഓടി ഇക്കയുടെ കയ്യിൽ വന്നിരിപ്പുണ്ടായിരുന്നു. ഇച്ചുവിന് വലിയതിനെയൊക്കെ ഭയങ്കര പേടിയാണ്, ചെറുതിനൊന്നും വലിയ പേടിയില്ല, എന്നാലും അത് അനങ്ങുമ്പോഴൊക്കെ നെട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ തലയിലൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു ഈ കിളിയൊക്കെ കൂടെ. ഇക്കാൻ്റെ ഷർട്ടിലൊക്കെ കെട്ടിത്തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണത്തിനടുത്ത് ഇച്ചുവിൻ്റെ തോളത്തൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ ഇച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ.